നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. മലയാള സിനിമയെ പിടിച്ചുലച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീ വിരുദ്ധത. അവസരങ്ങൾക്ക് വേണ്ടി പലർക്കും കിടക്ക പങ്കിടേണ്ടി വരുന്നു. ലൈംഗിക താല്പര്യത്തിന് വഴങ്ങാത്തവർക്ക് തൊഴിലിടത്ത് ക്രൂര പീഡനം. നടിമാരുടെ മുറിയിലെ വാതിലിൽ മുട്ടുന്നവരെ ഭയന്ന് കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടേണ്ട അവസ്ഥ. കമ്മിറ്റിക്ക് മുൻപാകെ ഓഡിയോ വീഡിയോ തെളിവുകൾ ഹാജരാക്കി നടിമാരുടെ മൊഴി. മലയാള സിനിമാ രംഗത്ത് 15-അംഗ മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ വിലക്കുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇതേ പവർ ഗ്രൂപ്പ്. സെറ്റുകളിൽ ക്രിമിനലുകളും ലഹരി സംഘങ്ങളും അഴിഞ്ഞാടുന്നു. യുവതാരങ്ങളിൽ പലരും ലഹരിക്ക് അടിമകൾ. രാജ്യത്തെ ഒരു നിയമവും ലൊക്കേഷനുകളിൽ ബാധകമാകുന്നില്ല. പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ വേണമെന്ന് ഹേമ കമ്മിറ്റി ശുപാർശ. ജനരോഷത്തിന് മുന്നിൽ മുട്ടുമടക്കി കേരള ഗ്രാമീൺ ബാങ്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരിൽ നിന്ന് EMI ഈടാക്കിയ നടപടി തിരുത്തി. പിടിച്ച തുക ബുധനാഴ്ചക്കകം തിരിച്ചു നൽകും. ഖേദപ്രകടനം നടത്തി വാർത്താക്കുറിപ്പ് ഇറക്കിയത് യുവജന സംഘടനകളുടെ വൻ പ്രതിഷേധത്തെ തുടർന്ന്. വിലങ്ങാടും പിടിച്ച തുക തിരിച്ചു നൽകി കേരള ഗ്രാമീൺ ബാങ്ക്. നടപടി 24 വാർത്തയ്ക്ക് പിന്നാലെ. കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതൻ സിജോ തോമസിൽ നിന്ന് പിടിച്ച തുകയും ഗ്രാമീൺ ബാങ്ക് തിരികെ നൽകി. 15,000 രൂപ സിജോയുടെ അക്കൗണ്ടിലേക്ക് തിരികെ എത്തി. ഉരുൾപൊട്ടലിൽ വരുമാനമാർഗമില്ലാതായ സിജോയ്ക്ക് പ്രദേശവാസി നൽകിയ 15,000 രൂപയും ബാങ്ക് പിടിച്ചെടുത്തിരുന്നു. ഇത്തവണത്തെ ഓണക്കിറ്റിന് മഞ്ഞക്കാടിന് മാത്രമായി പരിമിതപ്പെടുത്താൻ സർക്കാർ. കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ. എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ അടുത്ത മാസം ആദ്യ വാരത്തോടെ. 13-ന് അവശ്യ സാധനങ്ങൾ ഉറപ്പാക്കാൻ സപ്ലൈകോ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഡോക്ടറുടെ ശരീരത്തിൽ മാരകമായ 14 മുറിവുകൾ തലയിലും മുഖത്തും കൈകളിലും സ്വകാര്യ ഭാഗങ്ങളിലും. കേന്ദ്ര സർക്കാരിനെ സാഹചര്യം അറിയിക്കാൻ ഗവർണർ. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ BJP എന്ന് തൃണമൂൽ. മകൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതക കേസ് പ്രതി സഞ്ജയ് റോയിയുടെ മാതാവ് മാൽത്തി റോയ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം മകനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ നുണ പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി. കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും DYFI നേതാവ്. പേജിന്റെ അഡ്മിൻ P ജയരാജന്റെ വിശ്വസ്തനായ മയിൽ സ്വദേശി മനീഷ് മനോഹരൻ. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതും തെറ്റെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോസ്റ്റ് നിർമ്മിച്ചവരെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ MV ജയരാജൻ പ്രതികരിച്ചില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF പ്രവർത്തകർ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞു. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. അർജുനെ കണ്ടെത്തുമെന്നും കേരള സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും മാൽപേ. തെരച്ചിലിന് അനുമതി നൽകിയില്ലെങ്കിൽ സമരമെന്ന് കാണാതായ ജഗന്നാഥിന്റെ കുടുംബം. മധ്യകേരളത്തിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴ കനക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശിയായ ബെനഡിക്ട്. പുതുക്കുറിച്ചി തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ തട്ടിപ്പ് കേസിൽ പ്രതി മധ ജയകുമാർ പിടിയിൽ. കർണാടക പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കർണാടക തെലങ്കാന അതിർത്തിയിൽ നിന്ന് വടകര DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം തെലങ്കാനയിൽ നിന്ന് പ്രതിയെ നാട്ടിലെത്തിച്ചു. BJP സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൂടിയാലോചന പ്രധാന അജണ്ട. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷ്, പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ പങ്കെടുക്കും. സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിന്റെ 3ാം സമ്മേളനം തുടങ്ങി. കാക്കനാട് സഭാസ്ഥാനത്ത് സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ 53 മെത്രാൻമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ 7 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയം. കാട്ടാക്കട മൈലാടി സ്വദേശികളായ ഗിരീഷ് നീതു ദമ്പതികളുടെ മകൻ ആദിത്യനാഥാണ് മരിച്ചത്. ശബരിമല വിമാനത്താവളത്തിൽ DGCA അനുമതിയിൽ ഉടൻ തീരുമാനം. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നൽകുന്ന PM ഗതിശക്തി വകുപ്പ് കഴിഞ്ഞ ദിവസം വിമാനത്താവള നിർമ്മാണം അംഗീകരിച്ചിരുന്നു. PK ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്നും MV ഗോവിന്ദൻ. PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ഇന്നോ നാളെയോ തിരുവനന്തപുരത്തെത്തി രാജി നൽകിയേക്കും. PK ശശിക്കെതിരായ നടപടിയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് മന്ത്രി MB രാജേഷ്. ജസ്ന തിരോധാനത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയം സ്വദേശിനിയുടെ മൊഴിയെടുക്കാൻ CBI. നാളെ മൊഴിയെടുക്കാൻ എത്തുമെന്ന് CBI സംഘം അറിയിച്ചു. ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടുവെന്നായിരുന്നു മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. 301 കോളനിയിലെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീം ആനകളെ നിരീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വൈദ്യുതി ലഭ്യത അനുസരിച്ച് നിയന്ത്രണം തീരുമാനിക്കും. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് അത്തോളി വേളൂരിൽ പുലിയെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. വേളൂരിൽ ഹെൽത്ത് സെന്ററിന് സമീപം പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് പുതിയ ധനകാര്യ സെക്രട്ടറിയെ നിയമിക്കുന്നതിൽ അനിശ്ചിതത്വം. നിലവിലെ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഇന്ന് ചുമതല ഒഴിയും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ചുമതല ഏറ്റെടുക്കാൻ IAS ഉദ്യോഗസ്ഥർക്ക് വിമുഖതയെന്ന സൂചന. പേരുകൾ മുന്നോട്ട് വയ്ക്കാതെ ധനവകുപ്പ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ഇടുക്കി രൂപത. സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും ദുർബല ശക്തിയെ നിലകൊണ്ടെന്ന് വിമർശനം. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും ഇടുക്കി രൂപത. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനം ആശങ്കയിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും MK സ്റ്റാലിനും തമ്മിലുള്ള സൗഹൃദം മുല്ലപ്പെരിയാർ വിഷയം രമ്യമായി പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്തണമെന്നും K സുരേന്ദ്രൻ. എറണാകുളം പെരുമ്പാവൂരിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന കാറിലുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി അജ്മൽ പിടിയിൽ. റിൻഷാദ് എന്ന പ്രതിയെ ഇന്നലെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. ഓടി രക്ഷപ്പെട്ട ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. ശബരിമല വിമാനത്താവളത്തിൽ DGCA അനുമതിയിൽ തീരുമാനം ഉടൻ. 2570 ഏക്കറിൽ വിമാനത്താവള നിർമ്മാണമാണ് പരിഗണനയിൽ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നൽകുന്ന PM ഗതിശക്തി വകുപ്പ് കഴിഞ്ഞ ദിവസം വിമാനത്താവള നിർമ്മാണം അംഗീകരിച്ചിരുന്നു. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിവിധ മന്ത്രാലയങ്ങളിൽ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കുന്നതിനെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസ്ഥകൾ എല്ലാം പാലിച്ചാണ് നടപടി. ലാറ്ററൽ എൻട്രി സംവിധാനം തുടങ്ങിയത് കോൺഗ്രസിന്റെ കാലത്താണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എല്ലാം രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി മുതലെടുക്കുന്നത് ഉചിതമല്ലെന്നും കേന്ദ്രം. മുംബൈ സയൺ മുനിസിപ്പൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മദ്യപിച്ചെത്തിയ രോഗിയുടെ മുഖത്തെ പരുക്ക് പരിശോധിക്കുന്നതിനിടെയായിരുന്നു മർദ്ദനം. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മുത്തലാഖ് നിരോധനത്തെ പ്രതിരോധിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുസ്ലിം വനിതകളെ ശാക്തീകരിക്കാനാണ് മുത്തലാഖ് നിരോധിച്ചതെന്ന് കേന്ദ്ര സർക്കാർ. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലികളി നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അനുമതി നൽകിയത്. തൃശൂർ കോർപ്പറേഷന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉത്തരവ് കൈമാറി. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ നൽകിയ അപകീർത്തി പരാമർശ കേസിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടതിയിൽ ഹാജരായി. തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. കേസ് ഒക്ടോബർ 19 വീണ്ടും പരിഗണിക്കും. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജിയിൽ ഈ മാസം 29 ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെയാണ് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചത്.
ബംഗളൂരുവിൽ കോളേജ് വിദ്യാർത്ഥികൾ ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ. ജാനഭാരതി ആദർശ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ 19 വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹോസ്റ്റലിൽ ഉപയോഗിച്ച് എലിവിഷ സ്പ്രേ ശ്വസിച്ചതാണെന്ന് സംശയം. പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദിയിലും സംസ്കൃതത്തിലും പേരുകൾ നൽകിയ കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ PV ജീവേഷാണ് ഹർജി നൽകിയത്. കൊച്ചി മട്ടാഞ്ചേരിയിൽ പോലീസിന് നേരെ ആക്രമണം. പാണ്ടിക്കുടിയിൽ വാഹന പരിശോധനയ്ക്കിടയിലായിരുന്നു ആക്രമണം. ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നജസ് ആൻഡ് ഇംപ്യൂർ സ്റ്റോറി എന്ന മലയാള ചിത്രത്തിന് മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം. ശ്രീജിത്ത് പൊയിൽക്കാവിലാണ് രചനയും സംവിധാനവും. നിർമ്മാണം ഡോക്ടർ മനോജ് ഗോവിന്ദൻ. ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായ മൂസയെ അവതരിപ്പിച്ചതും മനോജ് ഗോവിന്ദനാണ്. നവംബറിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. ആലപ്പുഴയിൽ മുത്തശ്ശിയെ പേരക്കുട്ടി കൊലപ്പെടുത്തി. പുളുങ്കുന്ന് സ്വദേശി സരോജിനി ഗംഗാധരനാണ് കൊല്ലപ്പെട്ടത്. കൊച്ചുമകൻ ജിത്ത് ഒളിവിലാണ്. പണം ചോദിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കൊലപാതകം. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന് വെട്ടേറ്റു. മുരളി എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇടുക്കി സ്വദേശി ഡിൻഡോ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23-ന് യുക്രൈൻ സന്ദർശിക്കും. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി മോദി ഉന്നതതല ചർച്ചകൾ നടത്തും. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി സാംസ്കാരിക പ്രവർത്തകരും യുവകലാസാഹിതി മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന PR കർമ്മചന്ദ്രന് സ്മരണാർത്ഥം നൽകി വരുന്ന PR കർമ്മചന്ദ്രൻ പുരസ്കാരത്തിന് മാധവൻ പുറച്ചേരി അർഹനായി. മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്കാണ് പുരസ്കാരം. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബറിൽ ശാസ്താംകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ് TK വിനോദൻ അറിയിച്ചു. മിസിസ് സൗത്ത് ഇന്ത്യ 2024 കിരീടം തെലങ്കാനയുടെ വർഷ റെഡ്ഡി കരസ്ഥമാക്കി. കേരളത്തിന്റെ J രേവതി മോഹൻ ഫസ്റ്റ് റണ്ണറപ്പും ദൃശ്യ D നായർ സെക്കൻഡ് റണ്ണറപ്പുമായി. പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് MD ജെബിത അജിത്, ഡോക്ടർ ലീമ റോസ് മാർട്ടിൻ, നളിനി പെരിയസ്വാമി എന്നിവർ വിജയികളെ കിരീടമണിയിച്ചു. പെഗാസസ് ചെയർമാൻ അജിത് രവിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം നഗരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബി ശ്രീരാജിനെതിരെ പരാതി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ 2021 മുതൽ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. കോഴിക്കോട് പയ്യോളിയിൽ കാഴ്ചാപരിമിതനെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് അയനിക്കാട് സ്വദേശി അനൂപ്. കോഴിക്കോട് കുന്നമംഗലം പടനിലത്ത് പിക്കപ്പ് വാൻ ഇടിച്ച് ഇരുചക്ര വാഹന യാത്രിക മരിച്ച സംഭവത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് വെള്ളിപ്പറമ്പ് സ്വദേശി സലാഹുദ്ദീൻ. പിക്കപ്പ് വാൻ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി ന്യൂസിലൻഡിലുള്ള മലയാളി കൂട്ടായ്മ. ബിരിയാണി ചലഞ്ചിലൂടെ 3 ലക്ഷം രൂപ സമാഹരിച്ച് റൊട്ടൂറയിലെ റേഞ്ചേഴ്സ് ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. എറണാകുളം വല്ലാർപാടം പള്ളിയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് നാളെ ജൂബിലി മാരത്തോൺ സംഘടിപ്പിക്കും. വൈകുന്നേരം 6 മണിക്ക് വല്ലാർപാടം ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തിച്ചേരും. കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുദർശൻ IPS ഉദ്ഘാടനം ചെയ്യും. മാരത്തോൺ വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലുകളും നൽകും. സമ്മാനങ്ങൾ വല്ലാർപാടം ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചിമ്മിണിക്കോത്ത് വിതരണം ചെയ്യും. കൊച്ചി കാക്കനാട് തേവക്കലിൽ പെൺകുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കണിയാത്ത വീട്ടിൽ അമൃത BBA വിദ്യാർത്ഥിയാണ്. തൃശൂർ നെട്ടശ്ശേരിയിൽ അങ്കണവാടിക്കകത്ത് നിന്ന് പാമ്പിനെ പിടികൂടി. കുട്ടികൾ എത്തുന്നതിന് മുൻപാണ് അങ്കണവാടി ഹെൽപ്പർ എത്തിയപ്പോൾ പാമ്പിനെ കണ്ടത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തലക്കോട് വാഹനാപകടം. റോഡിനായി കുഴിച്ച് കാനയിലേക്ക് ബുലേറോ ജീപ്പ് മറിഞ്ഞു. ഡ്രൈവറെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇനി പ്രധാന അറിയിപ്പുകൾ. എറണാകുളം ഏഴക്കരനാട് ഗവൺമെന്റ് UP സ്കൂളിൽ LP വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഗ്രാജുവേറ്റ് അപ്രന്റീസ്, ടെക്നീഷ്യൻ അപ്രന്റീസ്, ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ, ട്രെയിനി ഒഴിവുകൾ. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. മലപ്പുറം ഇടിവണ്ണ എസ്റ്റേറ്റ് GLP സ്കൂളിൽ ജൂനിയർ അറബിക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന്. നോക്കാം ദേശീയ വാർത്തകൾ.
ബംഗളൂരു നഗരത്തിൽ ബൈക്കുകളിൽ അഭ്യാസ പ്രകടനം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ പിടിയിൽ. ബൈക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് നടപടി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ. മുംബൈയിലെ ഡാൻസ് ബാറിൽ നിന്ന് 24 പെൺകുട്ടികളെ പോലീസ് രക്ഷിച്ചു. അന്ധേരി ഈസ്റ്റിലെ ദേശി ബാറിൽ നിന്നാണ് പെൺകുട്ടികളെ രക്ഷിച്ചത്. ഡാൻസ് ബാർ നടത്തിയതിന് ഉടമകൾക്കെതിരെ കേസെടുത്തു. ഡെൻമാർക്കിലെ എസ്ബിയോഗിൽ എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലായ INS തബാറിന് ഊഷ്മള സ്വീകരണം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിച്ച മുൻനിര യുദ്ധക്കപ്പലാണ് INS തബാർ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനുള്ളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. മകൻ മേൽജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചതിന് തമിഴ്നാട്ടിൽ ദളിത് സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു. 50-കാരിയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാടിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. സംഭവം ധർമ്മപുരിയിലാണ്. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ 12-കാരിയെ പീഡിപ്പിച്ച NCC അധ്യാപകൻ പിടിയിൽ. അറസ്റ്റിലായത് കാവേരിപട്ടണം സ്വദേശി ശിവരാമൻ. പീഡനം നടന്നത് സ്കൂളിലെ NCC ക്യാമ്പിനിടെ. ബംഗളൂരുവിൽ ലിഫ്റ്റ് നൽകി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പെൺകുട്ടി പീഡനത്തിനിരയായത് നിശാപ്പാട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. ഒഡീഷയിൽ 2 ദിവസത്തിനിടെ ഇടിമിന്നലേറ്റ് 15 പേർ മരിച്ചു. കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. ഇനി രാജ്യാന്തര വാർത്തകൾ. റഷ്യൻ മണ്ണിൽ വീണ്ടും യുക്രൈൻ മുന്നേറ്റം. റഷ്യയിലെ 2ാമത്തെ വലിയ പാലവും തകർത്തു. സേം നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർത്തത്. ഫിലിപ്പീൻസ് കപ്പൽ ചൈനീസ് കപ്പലുമായി കൂട്ടിയിടിച്ചു. അപകടം ദക്ഷിണ ചൈന കടലിൽ. ഫിലിപ്പീൻസ് കപ്പൽ മനഃപൂർവ്വം തങ്ങളുടെ കപ്പലിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ചൈനീസ് കോസ്റ്റ് ഗാർഡ്. ഡെമോക്രാറ്റിക് കൺവെൻഷനു മുന്നോടിയായി കമല ഹാരിസ് ഷിക്കാഗോയിലെത്തി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ 5-ന്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ വെടിനിർത്തലിനും ബന്ദികളെ കൈമാറുന്നതിനും വേണ്ടിയുള്ള കരാറിന് തടസ്സം നിൽക്കുന്നതായി ഹമാസ് നേതൃത്വം. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 40,000-ഓളം പേർ. ഇതിഹാസ ഫ്രഞ്ച് സിനിമാ താരം അലാൻ ദിലോൺ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ലേ സമുറായ്, ബോർസാലിനോ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയം പ്രേക്ഷക ശ്രദ്ധ നേടി. ഓസ്ട്രേലിയയിൽ കനത്ത മഴ. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ജപ്പാനിലെ ഇബാറക്കിയിൽ ഭൂചലനം. 5.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. ക്രൊയേഷ്യയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാസേന. ബിസിനസ് വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ ആഡംബര കാർ വിൽപ്പന കുതിച്ചുയർന്നു. പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ലംബോർഗിനിയും ഫെരാരിയും. രാജ്യത്ത് സൂപ്പർ ലക്ഷറി കാറുകളുടെ വിൽപ്പന തുടർച്ചയായ 3-ാം വർഷവും ഉയർന്നു തന്നെ. ഇലക്ട്രിക് ബൈക്കുകൾ പുറത്തിറക്കാനൊരുങ്ങി ഒല. എക്സ് ഷോറൂം വില 74,999 രൂപ മുതൽ. പുതിയ ബൈക്കുകൾ 3 വ്യത്യസ്ത വേരിയന്റുകളിൽ. ഇന്ത്യയിലെ തങ്ങളുടെ തൊഴിൽ സേനയിൽ വനിതകൾക്ക് വലിയ പങ്കാളിത്തമെന്ന ഫോക്സ്കോൺ CEO. വിശദീകരണം: ഇന്ത്യയിലെ ഐഫോൺ അസംബ്ലി പ്ലാന്റുകളിൽ വിവാഹിതരായ സ്ത്രീകളെ ഒഴിവാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി വിവോ T3 Pro 5G. ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് സെറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കമ്പനി ഈ മാസം 21-ന് പുറത്തുവിടും. സോണിയുടെ പ്രധാന ക്യാമറ സെൻസറാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ട്. ആഗോള വിപണിയിൽ പുറത്തിറങ്ങാനൊരുങ്ങി ടെക്നോ സ്പാർക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകും. 5000 mAh ബാറ്ററിയാണ് ഫോണിലുള്ളത്. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച BSA ഗോൾഡ് സ്റ്റാർ 650 ബൈക്ക് എക്സ് ഷോറൂം വില 2,99,000 രൂപ. ലിക്വിഡ് കൂൾ എഞ്ചിൻ പ്രധാന സവിശേഷത. കായിക വാർത്തകൾ. മുഹമ്മദ് ഷമി കളത്തിലേക്ക് തിരികെ എത്തുന്നു. കണങ്കാലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരികെ വരുന്ന ഷമി രഞ്ജി ട്രോഫിയിൽ ബംഗാളിനായി കളിക്കും. ബെൻഫിക്ക വിംഗർ ഡേവിഡ് നെറസ് നാപ്പോളിയുമായി താരം കരാറിലെത്തിയതായി വിവരം. 4 വർഷത്തെ കരാർ താരം ഒപ്പുവെക്കും.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വരാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീം വെസ്റ്റ് ഇൻഡീസ് പ്രഖ്യാപിച്ചു. ആന്ദ്രെ റസലും ജേസൺ ഹോൾഡറും ടീമിലില്ല. അർജന്റീന താരം മാർക്കോസ് അക്യൂനിയ റിവർ പ്ലേറ്റിലേക്ക്. നിലവിൽ സ്പാനിഷ് ക്ലബ് സെവിയയുടെ താരമാണ് അക്യൂനിയ. രജനീകാന്ത് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വേട്ടയ്യന്റെ റിലീസ് തീയതി പുറത്തുവിട്ടു. ചിത്രം ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തും. ചിത്രം കേരളത്തിലെത്തിക്കുന്നത് ശ്രീഗോകുലം മൂവീസ്. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ കന്നഡ വിതരണാവകാശം സ്വന്തമാക്കി ഹോം ബാലെ ഫിലിംസ്. ചിത്രം ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും. ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഹരിദാസ് സംവിധാനം നിർവഹിക്കുന്ന താനാരാര ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ചിത്രം ഈ മാസം 23 തിയേറ്ററുകളിലെത്തും. നോക്കാം വൈറൽ ട്രെൻഡ്സ്. തകർപ്പൻ ഡാൻസുമായി പെൺകുട്ടിയെ വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. നാടൻ ലുക്കിലെത്തിയ കൊച്ചു സുന്ദരിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിനോടകം നിരവധി പേരാണ് വീഡിയോ കണ്ടത്. നോക്കാം ഫാക്ട് ചെക്ക്. റഷ്യൻ അതിർത്തി കടന്നുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പുഞ്ചിരിയോടെ പ്രതികരിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2023 ലിത്വാനിയയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലെ സെലൻസ്കിയുടെ വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. കോഴിക്കോട് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ 1ാം സെമസ്റ്റർ ബിരുദ പ്രവേശനത്തിന് SC, ST, OBC സംവരണ സീറ്റുകളിൽ ഒഴിവ്. അതാത് വകുപ്പുകളിൽ നാളെ രാവിലെ 10 ഹാജരാകണം. ആലുവ എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP അറബി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂളിൽ. കോലഞ്ചേരി വടക്കുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ദിശ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന കായിക പരിശീലന പരിപാടിയിലേക്ക് പാർട്ട് ടൈം കായികാധ്യാപക ഒഴിവ്. BPEd തത്തുല്യ യോഗ്യതയുള്ളവർ നാളെ രാവിലെ 11 സ്കൂളിലെത്തണം. ന്യൂസ് പൂർണ്ണമാകുന്നു.